പക്ഷെ അതിലെഴുതുമ്പോ സ്വത്തുക്കൾ മുഴുവൻ പ്രണവിനും യാമിനിക്കും കൊടുത്തേക്ക് എന്ന് മാത്രം എഴുതിയാ പോരെ? അതിലേക്ക് നിന്റെ പേരെന്തിനെ എഴുതണം? ഏട്ടനീ വീട് വിട്ടിറങ്ങിപ്പോയാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതില് നീ ഒരു കാരണക്കാരിയാ. നീ ഉണ്ടാക്കിയ കാരണമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചതും. അതാണ് ഏറ്റവും വലിയ കാരണമായിട്ട് മാറിയത്. അങ്ങനെയുള്ളപ്പോ ഏട്ടൻ അവകാശികളുടെ കൂട്ടത്തില് നിന്റെ പേരും കൂടെ വെക്കുവോ? അതിനു വേണ്ടി ഒരു മണ്ടനാണോ ഏട്ടൻ? ഈ പൊട്ടനോ ആലോചിക്കാനൊക്കെ തുടങ്ങിയോ? ലോ പോയിന്റ് ഒക്കെ പറഞ്ഞു വരുന്നുണ്ടല്ലോ. ഇനി ഇവനൊന്ന് കരുതണം. ചെയ്തത് അബദ്ധമായി പോയോ? അല്ല, പ്രണവിന്റെ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ അടുത്താണോ ഒന്ന് ചോദിക്കുന്നത്? ചേട്ടനോട് ചെന്ന് ചോദിക്കാലോ ശിവാനിയുടെ പേര് എന്തിനാ എഴുതിയെന്ന്. അത് വിട്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്തിനാ സ്വത്ത് വേണോന്ന് ആവശ്യമായിട്ട് നീ ഏട്ടനെ പോയി കണ്ടത്? പ്രണവ്, എന്താ ഇത്? കഷ്ടമുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ഗൗതമിനെ പോയി കണ്ടെന്നോ? എവിടെ? എങ്ങനെ? ഇല്ലാത്ത കാര്യം പറയല്ലേ. അടിച്ചിന്റെ പല്ലിയാൻ താഴെ ഇടും. പറഞ്ഞേക്കാം, പറയടി. ക്യാരിങ് ആണെന്നുള്ള ആനുകൂല്യം നീ ഒരുപാട് വാങ്ങിക്കുന്നുണ്ടേ ശിവാനി? പറ, മര്യാദയ്ക്ക് പറ, എന്തിനാ ഏട്ടനെ പോയി കണ്ടത്? സത്യമായിട്ട് ഞാൻ ഗൗതമിനെ കണ്ടിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളാണ് സത്യം. ഞാൻ കാണാൻ പോയിട്ടില്ല. കണ്ടാലല്ലേ സ്വത്തുക്കൾ വേണമെന്ന് പറയാൻ പറ്റൂ. നമ്മുടെ മക്കള് സത്യം. നീ നോക്കിക്കോ ശിവാനി, നീ എങ്ങാണ് ഇപ്പൊ വന്ന് രജിസ്റ്ററിന്റെ പിന്നിലുണ്ടെന്ന് അറിഞ്ഞ അന്ന് നിന്റെ അന്ത്യമായിരിക്കും. ലോകത്തിലെ ഏത് സ്വത്തിനേക്കാളും വില എന്റെ ഏട്ടനുണ്ട്, ഓർത്തോ?